പല കാര്യങ്ങളും നമ്മൾ വാങ്ങുന്നത് ശരിക്കും നമ്മളത് വാങ്ങാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടാണോ എന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് ആലോചിക്കുക. അതായത് ഇപ്പം മേ ബി നിങ്ങളൊരു പ്രൊഡക്റ്റ് ജസ്റ്റ് ഒരു ആഡ് കണ്ടതിന്റെ ബേസിൽ എടുക്കുന്നുണ്ടോ, നിങ്ങൾ ഒരു ടൂത്ത് പേസ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളെ ബാഗ് നിറച്ചും സാധനമാണോ? സോ ആക്ച്വലി എന്താണ് നമ്മളിങ്ങനെ ഒരു ഒരു ലിമിറ്റ് ഇല്ലാതെ ഒരുപാട് പേരെ ഇപ്പോഴത്തെ മെയിൻ പ്രശ്നമാണ് സ്പെൻഡിങ് കൂടുക, അല്ലെങ്കിൽ ഒരുപാട് ഒരു കാര്യത്തിന് ഒരു ചെറിയ സാധനം വാങ്ങാൻ പോകുന്ന സമയത്ത് അതിന്റെ കൂടെ വളരെ വലിയ പല സാധനങ്ങൾ വാങ്ങുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവും. സോ ആക്ച്വലി ഇതെന്താണ്, ഇതിന്റെ ഒരു ബ്രേക്ക് ഡൗൺ പറയാന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ പേഴ്സണൽ ലൈഫിൽ വേണ്ട നിങ്ങൾ പേഴ്സണൽ ഫൈനാൻസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഗ്രോത്ത് റിലേറ്റഡ് കാര്യങ്ങളായിക്കോട്ടെ, ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഓൺടർപ്രണർഷിപ്പിലേക്ക് ഇറങ്ങിയതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. സോ ആ ഒരു വീഡിയോസ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ നമ്മളൊരു ചെറിയൊരു സാധനം വാങ്ങാനായിരിക്കും പോയത്, പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ അതിൻ്റെ കൂടെ മറ്റതും അതിൻ്റെ അപ്പുറത്ത് അവിടെ കണ്ടതും ഇത് കണ്ടതും ഇതെല്ലാം നമ്മൾ വാങ്ങുന്നതിന്റെ ഒരു മെയിൻ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാനിയൽ കാനിമാൻ എന്ന് പറയുന്ന നോബൽ പ്രൈസ് വിന്നർ ആയ ഒരു സയന്റിസ്റ്റ് ഉണ്ട്. അദ്ദേഹം ഒരു റിസർച്ച് നടത്തി, അദ്ദേഹം ഒരു എക്സ്പെരിമെന്റ് നടത്തി. സോ ആ ഒരു എക്സ്പെരിമെന്റിലൂടെ അദ്ദേഹം കണ്ടുപിടിച്ച അദ്ദേഹം പറഞ്ഞതാണ് നമ്മൾ ബ്രെയിന് ബേസിക്കലി രണ്ട് സിസ്റ്റം ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സിസ്റ്റം നമ്പർ 1, സിസ്റ്റം നമ്പർ 2. ഞാൻ ഫസ്റ്റ് 2 പറയാം. സിസ്റ്റം നമ്പർ 2 എന്ന് പറഞ്ഞാൽ ഹൈലി ലോജിക് ഒക്കെ നല്ല രീതിയിൽ ചിന്തിച്ച് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അനലൈസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു സിസ്റ്റം 2 വർക്ക് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു സാധനം വാങ്ങാൻ വേണ്ടി പോവുകയാണെങ്കിൽ ആ വാങ്ങാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി അത് നമുക്ക് അഫോർഡബിൾ ആണോ കാര്യങ്ങളാണോ, ഇനി നെക്സ്റ്റ് മന്ത് എനിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വരും, ഇത് വാങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ, അങ്ങനെ നിങ്ങൾ എക്സാക്ട്ലി അതിനൊരു ലോജിക്കൽ പാറ്റേണിൽ തന്നെ നിങ്ങൾ അതിനെ ചിന്തിച്ച് ഡിസിഷൻ എടുക്കുന്ന സിസ്റ്റമാണ് സിസ്റ്റം 2. സിസ്റ്റം 1 ആണ് നമ്മളെ പ്രശ്നം. സിസ്റ്റം 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇമോഷൻ ബേസ്ഡ് ആണ്. അതായത് നിങ്ങൾ അപ്പം ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്ന ആ കാര്യം ചെയ്യും. അപ്പൊ ഈ സിസ്റ്റം 1 നിങ്ങളെ പ്രേരിപ്പിക്കുകയാണ്. ആക്ച്വലി നിങ്ങളൊരു സാധനം വാങ്ങാൻ പോയിട്ട് അതിൻ്റെ ഒരു അടിപൊളി സൂപ്പർ ആഡ് കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കാണുന്ന സമയത്ത് നിങ്ങളെ സിസ്റ്റം 1 ഓട്ടോമാറ്റിക്കലി എന്താക്കുകയാണ്, ആ ഡിസിഷൻ എടുത്തു കഴിഞ്ഞു. എന്നിട്ട് ആ സിസ്റ്റം 1 നമ്മളെ സിസ്റ്റം 2 പറഞ്ഞ് മനസ്സിലാക്കും, എടാ ഇതെങ്ങനെയായാലും വാങ്ങാം, ഇതൊക്കെ അല്ലേ ലൈഫ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുന്നതാണ് ആക്ച്വലി നമ്മളെ ബ്രെയിനിൽ നടക്കുന്നത്. സോ നിങ്ങൾ ഇനി ഒന്ന് ആലോചിക്കുക, നിങ്ങളൊരു സാധനം വാങ്ങാൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നിങ്ങൾ ആ സിസ്റ്റം 1 അനുസരിച്ച് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാലാണ് ക്വിക്കായിട്ട് നിങ്ങൾ പല കാര്യങ്ങളിലേക്കും തെറ്റിലേക്കും പല ഓവർ സ്പെൻഡിങ്ങിലേക്കും വരുന്നത് ആക്ച്വലി. സോ ഇതിനെന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇതിനൊരൊറ്റ കാര്യം മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നിങ്ങൾ ഈ സിസ്റ്റം 1 വർക്ക് ചെയ്ത് ആക്ഷൻ എടുക്കുന്നതിൻ്റെ ഗ്യാപ്പിൽ ഒരു മിനിമം ഒരു 1 മിനിറ്റ് എങ്കിലും എടുക്കുക. അതായത് നിങ്ങൾ കണ്ടു, നിങ്ങൾ ഇഷ്ടപ്പെട്ടു, ഇപ്പോൾ വാങ്ങണം എന്ന് തോന്നി, ജസ്റ്റ് ഒരു 1 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ 1 മിനിറ്റ് ഗ്യാപ്പ് എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ സിസ്റ്റം 2 വർക്ക് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങളെ ബ്രെയിനിന്റെ നെക്സ്റ്റ് തോട്ട്സ് ലോജിക്കലായിട്ട് നിങ്ങൾ തോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഇതെനിക്ക് അഫോർഡബിൾ ആണോ? ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു എൻ്റെ ഫ്രണ്ട് ഇതുവരെ പറഞ്ഞു അവനൊരു ബൈക്ക് ഓൾറെഡി വാങ്ങി, ആ ബൈക്ക് നന്നാക്കാൻ വേണ്ടി പോയതാ ഷോറൂമിൽ. അങ്ങനെ ബൈക്ക് നന്നാക്കാൻ വേണ്ടി പോയി, നന്നാക്കിയൊക്കെ കഴിഞ്ഞ് കംപ്ലീറ്റ് ആയി. 2 ദിവസം കഴിഞ്ഞ് അത് എടുക്കാൻ വേണ്ടി പോയപ്പോണ്ട് അവിടെ അടുത്ത ബൈക്ക്, അതായത് അതിനെക്കാട്ടി സ്പെക്ക് കൂടി അടുത്ത ബൈക്ക്, ആള് നോക്കിയില്ല, ആ ബൈക്ക് അവിടെ കൊടുത്തു, എക്സ്ചേഞ്ച് അടിച്ചു, ബാക്കി എമൗണ്ട് എവിടുന്നൊക്കെ ഒപ്പിച്ചു കൊടുത്ത് സാധനം എടുത്തു. പക്ഷെ ആക്ച്വലി അവന് അത് അഫോർഡബിൾ അല്ല, അവനത് പറ്റൂല, അവനത് കൊണ്ട് നടക്കാൻ പറ്റൂല എന്നുള്ള നല്ല മെയിൻ്റനൻസ് ഉള്ള വണ്ടിയാണെങ്കിൽ പോലും ആളത് എടുത്തത് ഈ പറഞ്ഞ പോലെ സിസ്റ്റം 1 വർക്ക് ചെയ്തിട്ടാണ്. സോ നിങ്ങൾ ഈ സിസ്റ്റം 1 സിസ്റ്റം 2 ഒരു ഗ്യാപ്പ്, നിങ്ങളൊരു 1 മിനിറ്റ് ഗ്യാപ്പ് എടുത്ത് നിങ്ങളൊന്ന് സ്വയം ചിന്തിച്ചു കഴിഞ്ഞാൽ, ഒരു മിനിറ്റ്, ഒരു 5 മിനിറ്റ്സ് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നിങ്ങൾക്ക് അഫോർഡബിൾ ആണോ. കാരണം എന്താ വെച്ചാൽ നിങ്ങളെ പേഴ്സണൽ ഫൈനാൻസ് ഒന്നും പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തിട്ടില്ല, കൃത്യമായിട്ട് ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രശ്നം. സോ നിങ്ങളെ പേഴ്സണൽ ലൈഫിൽ പേഴ്സണൽ ഫിനാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ എങ്ങനെ പേഴ്സണൽ ഫൈനാൻസ് നിങ്ങൾക്ക് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള ഒരു കംപ്ലീറ്റ് ബേസിക്സ് തൊട്ട് ഒരു അഡ്വാൻസ് ലെവലിൽ വരെ ഞാൻ സംസാരിക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇത് എന്തായാലും കാണണം. അതുപോലെ തന്നെ അത് നിങ്ങളെ പേഴ്സണൽ ലൈഫിൽ വർക്ക്ഔട്ട് ചെയ്യണം. കാരണം ഇതില്ലാത്തത് കൊണ്ടാണ് ഒരു വിധം നമ്മളെ സ്പെൻഡിങ്സ് നമുക്ക് കൂടുന്നത്. സോ ആ വീഡിയോ ഞാൻ എന്താക്കാം, ഐ ബട്ടണിൽ കൊടുക്കുക, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് എന്താക്കാം ആഡ് ചെയ്തിടാം. സോ നമുക്ക് നേരെ ഈ ഒരു കാര്യത്തിലേക്ക് പോകാം. സോ നിങ്ങളൊരു കാര്യം വാങ്ങുന്നതിന് മുന്നേ, ഇപ്പം ഐഫോൺ ഇറങ്ങുന്ന ഉടനെ വാങ്ങാനുള്ള ആൾക്കാരുണ്ട്. മേ ബി അവർക്ക് ആവശ്യമില്ല, അവർക്ക് ഓൾറെഡി ഐഫോൺ ഉണ്ടാവും. 16 Pro ഉള്ള ആൾക്കാർ 17 Pro ഇറങ്ങുമ്പോൾ അത് അഫോർഡ് ചെയ്യുന്നവർക്ക് വാങ്ങാം.
അഫോർഡ് ചെയ്യുന്നവർക്ക് വാങ്ങണ്ടെന്നല്ല പറയുന്നത്, മറിച്ച് അത് അഫോർഡ് ചെയ്യാൻ പറ്റാതെ കഷ്ടപ്പെട്ട് EMI എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ ലോജിക്കലി ചിന്തിക്കുക. അവിടെ ഒരു ഫൈനാൻഷ്യൽ ഇന്റലിജൻസ് ഉള്ള ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി എന്തായിരിക്കും, ബെറ്റർ ആയിരിക്കും. സോ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മെയിനായിട്ട് സംബന്ധിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ നമ്മളെ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റത്തെ മനസ്സിലാക്കി. ഒരുപാട് പേര് വലിയ കോർപ്പറേറ്റ്സ് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്, എല്ലാവരും സ്പെൻഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബ്രെയിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനാണ്. കാരണം അതിനെ കൂടുതൽ പഠിച്ച് അതിന് ഇമോഷനെ കൂടുതൽ പഠിച്ചിട്ട് വേണം അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അത്രത്തോളം ഒപ്റ്റിമൈസ് ചെയ്യാൻ. സോ നിങ്ങൾ ഇനി അതിലേക്ക് കണ്ണും ചുമ്പി പോവാതെ ജസ്റ്റ് ഒരു കാര്യത്തെ കുറിച്ച് ലോജിക്കലി ചിന്തിച്ചിട്ട് വേണം എന്താക്കാൻ, ഡിസിഷൻ എടുക്കാൻ. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ കാണാം. സോ ബൈ.